സച്ചിൻ, ആ സെഞ്ചുറി നിങ്ങൾ അർഹിച്ചിരുന്നു. രഞ്ജി ട്രോഫി ഫൈനലിൽ തികച്ചും അർഹിച്ച 3 അക്കം തികയ്ക്കാതെ മടങ്ങാനായിരുന്നു ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ വിധി. അതുവരെയും സച്ചിന്റെ സെഞ്ചുറിയിലേക്ക് കൺപാർത്തു നിന്നിരുന്ന ആരാധകരെ നിരാശരാക്കിയായിരുന്നു സച്ചിന്റെ 98 റൺസിൽ നിന്നുള്ള മടക്കം. ഹാർട്ട് ബ്രേക്ക് ഫോർ സച്ചിൻ ബേബി. തന്റെ 100ാമത്തെ ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലാണ് കേരള നായകന് അർഹിച്ച സെഞ്ചുറി നഷ്ടമായത്. അതുവരെയും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഫസ്റ്റ് ഇന്നിംഗ്സ് ലീഡ് എന്ന സ്വപ്നത്തിലേക്ക് സച്ചിൻ ടീമിനെ എത്തിക്കുമെന്ന ഘട്ടത്തിലായിരുന്നു അനാവശ്യം എന്നു തന്നെ പറയാൻ കഴിയുന്ന ആ ഷോട്ടിൽ പുറത്തായി ക്യാപ്റ്റൻ മടങ്ങിയത്. ഈ മടക്കത്തോടെ കേരളത്തിന്റെ ലീഡ് എന്ന സ്വപ്നങ്ങളും പൊലിഞ്ഞു. അതിനുശേഷമായിരുന്നു വാലറ്റം അധികം ചെറുത്തുനിൽപ്പില്ലാതെ വിദർഭയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത്. എങ്കിലും സച്ചിൻ അഭിമാനിക്കാം. കാരണം ഫൈനലിൽ ഒരു ക്യാപ്റ്റന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. സച്ചിൻ ബേബി 235 പന്തിൽ 10 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 98 റൺസ്. നിർണായക സെഞ്ചുറിയിലേക്ക് വെറും 2 റൺസ് ദൂരം. പാർത്ഥ് രേഖഡയെ കൂറ്റൻ സിക്സറിന് പറത്തി 3 അക്കം തികയ്ക്കാനുള്ള സച്ചിൻ ബേബിയുടെ ശ്രമമാണ് വിഫലമായത്. പന്ത് നേരെ ചെന്ന് കരുൺ നായരുടെ കൈകളിൽ അവസാനിക്കുന്നു. ആ ഷോട്ട് ആരാധകരെ ഒന്നാകെ നിരാശരാക്കി. പോരാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനാവാതെയാണ് ആ നായകന് മടങ്ങേണ്ടി വന്നത്. സച്ചിന് പിറകെ ജലജ് സക്സേന, MD നിതീഷ്, ഈഡൻ ആപ്പിൾ ടോം എന്നിവരെയും കേരളത്തിന് നഷ്ടമായി. ഇതോടെ 1ാം ഇന്നിംഗ്സ് ലീഡെടുക്കാമെന്ന കേരളത്തിന്റെ മോഹങ്ങൾ പൊലിഞ്ഞു. വിദർഭയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 379 റൺസിനെതിരെ 3ാം ദിനം കേരളം 342 റൺസിന് ഓൾ ഔട്ടായി. 37 റൺസിന്റെ ലീഡാണ് കേരളത്തിന് വഴങ്ങേണ്ടി വന്നത്. 3 വിക്കറ്റ് വീതം നേടിയ ദർശൻ നൽകണ്ടെ, ഹർഷ് ദുബെ, പാർത്ഥ് രേഖഡെ എന്നിവരുടെ പ്രകടനമാണ് കേരളത്തിന് 1ാം ഇന്നിംഗ്സ് ലീഡ് നിഷേധിച്ചത്. ഇനി മത്സരം സമനിലയിൽ അവസാനിച്ചാൽ പോലും 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ വിദർഭ ചാമ്പ്യന്മാരാകും. കേരളത്തിന് കന്നി രഞ്ജി കിരീടം നേടണമെങ്കിൽ മത്സരം വിജയിക്കുകയല്ലാതെ വേറെ വഴിയില്ല. 2 ദിവസം ശേഷിക്കെ അടുത്ത ഇന്നിംഗ്സിൽ മറ്റൊരു മായാജാലവുമായി സച്ചിൻ ബേബിയും സംഘവും ഈ കളി തങ്ങളുടെ വരുതിയിൽ എത്തിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.